ബൽറാം, ഈ സുരേന്ദ്രൻ എന്നുള്ള പേര് ഒരു ഘട്ടത്തിൽ ആരും സൂചന എന്ന് പോലും വയനാട്ടിൽ പറഞ്ഞു കേട്ടിരുന്നതല്ല. ഒന്ന്. രണ്ട്, നമ്മൾ അല്പസമയം മുൻപ് നവീൻ ജിൻഡാലിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഫൊറക്സ് കേസിലൊക്കെ അല്ലെങ്കിൽ ഇ ഡി കേസിലൊക്കെ പെട്ട ആളാണ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അയാൾ ബി ജെ പിയിലേക്ക് വരുന്നു, കുരുക്ഷേത്രയിൽ തന്നെ സ്ഥാനാർത്ഥിയാവുന്നു അല്ലേ ബൽറാം? ഹഷ്മി, ബി ജെ പിയുടെ 5ാം ഘട്ട പട്ടിക ഒട്ടേറെ സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 4 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാനുണ്ടായിരുന്നത്. അത് 4ഉം 5ാം ഘട്ട പട്ടികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് വയനാട് മണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളതാണ്. ഇത്തവണ മത്സരിക്കാനില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് കെ സുരേന്ദ്രൻ മുമ്പ് നൽകിയിരുന്നത് എങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇടതുപക്ഷത്ത് നിന്നും CPIയുടെ സ്ഥാനാർത്ഥിയായി ദേശീയ നേതാവ് ആനി രാജ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ സഖ്യകക്ഷി റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും അത് വേണ്ട, പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തുകയായിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധിക്ക് കടുത്ത മത്സരം തന്നെ ഒരുക്കാൻ ലക്ഷ്യം വെച്ച് ആ ഒരു മണ്ഡലത്തിന് രാഷ്ട്രീയ പ്രാധാന്യം അംഗീകരിച്ചു കൊടുത്തുകൊണ്ടാണ് BJP ഇത്തരത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് മണ്ഡലത്തിൽ നിയോഗിച്ചിരിക്കുന്നത്. ദേശീയ നേതാക്കൾ ആരെങ്കിലും മത്സരിക്കേണ്ടതുണ്ടോ വയനാട് മണ്ഡലത്തിൽ എന്നതടക്കം പാർട്ടി പരിശോധിച്ച് ഒടുവിലാണ് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ എന്ന ഒരു വിലയിരുത്തലേക്ക് എത്തിയത്. ഒപ്പം തന്നെ മറ്റ് 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലത്തൂരിൽ ഡോക്ടർ TN സരസു സ്ഥാനാർത്ഥിയാകും. എറണാകുളത്ത് ഡോക്ടർ KS രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകും. കൊല്ലത്ത് G കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥി. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 13 സീറ്റുകളിലാണ് ഉത്തർപ്രദേശിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ നവീൻ ജിൻഡൽ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. ഒട്ടേറെ വിവാദങ്ങളിൽ, കേസുകളിൽപ്പെട്ട കോൺഗ്രസിനെ ഒരു ഘട്ടത്തിൽ പ്രതിരോധത്തിലാക്കിയിരുന്ന ഒരു നേതാവാണ്. 10 വർഷം കുരുക്ഷേത്രയിലെ MP ആയിരുന്നു നവീൻ ജിൻഡൽ. എന്നാൽ ഇത്തവണ ആ സീറ്റ് ഇന്ത്യ മുന്നണിയിലെ ധാരണയനുസരിച്ച് ആം ആദ്മി പാർട്ടിക്ക് നൽകിയിരിക്കുകയാണ്. ഇതാണ് നവീൻ ജിൻഡൽ പാർട്ടി വിടാനുണ്ടായ പ്രധാന കാരണങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നത്. പാർട്ടിയിൽ എത്തി മണിക്കൂറുകൾക്കകം തന്നെ നവീൻ ജിൻഡലിന്റെ BJP കുരുക്ഷേത്ര സീറ്റ് നൽകിയിരിക്കുന്നു. ഒപ്പം ഉത്തർപ്രദേശിൽ നേരത്തെ ഉയർന്ന അഭ്യൂഹങ്ങൾ ശരിവെച്ചുകൊണ്ട് പീലിഭിത്തിൽ വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിച്ചിരിക്കുന്നു. പകരം ആ സീറ്റ് നൽകിയിരിക്കുന്നത് കോൺഗ്രസ് വിട്ട് വന്നിരിക്കുന്ന ജിതിൻ പ്രസാദാണ് ആ സീറ്റ് നൽകിയിരിക്കുന്നത്. അത് കൃത്യമായി കോൺഗ്രസിന് നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് BJP ഈ പീലിഭിത്ത് സീറ്റിൽ ജിതിൻ പ്രസാദയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഒപ്പം എന്നാൽ മേനകാ ഗാന്ധിക്ക് സ്വന്തം മണ്ഡലമായ സുൽത്താൻപൂരിൽ മത്സരിക്കാൻ ഇത്തവണയും അവസരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. 2 പേർക്കും സീറ്റ് നിഷേധിക്കപ്പെട്ടേക്കാം എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അഭ്യൂഹങ്ങൾ. ഒപ്പം തന്നെ ബീഹാറിലും സ്ഥാനാർത്ഥികളെ 30 BJP പ്രഖ്യാപിച്ചിരിക്കുന്നു. 17 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുരുക്ഷേത്രയിലടക്കം കോൺഗ്രസ് നേതാവായിരുന്ന മുൻ MP ആയിരുന്ന കുരുക്ഷേത്രത്തിൽ MP ആയിരുന്ന നവീൻ ജിൻഡാൽ ഇപ്പോൾ BJP സ്ഥാനാർത്ഥി അവിടെ തന്നെ മത്സരിക്കുന്നു. അടക്കമുള്ള ഒരുപാട് സർപ്രൈസുകൾ വെച്ച് പുലർത്തി.